സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കാളികാവ് എക്സൈസ് സംഘം പുള്ളിപ്പാടത്ത് നടത്തിയ പരിശോധനയിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വ്യാജവാറ്റ് കേന്ദ്രം കണ്ടെത്തി 1750 ലിറ്റർ വാഷ് നശിപ്പിച്ചു. പുള്ളിപ്പാടം കവളപ്പൊയിൽ അമ്മിണിക്കുട്ടി വനമേഖലയിൽ നിന്നും വന്നതിലുള്ള വാറ്റുചാരായ നിർമ്മാണത്തിനുള്ള വാഷും മറ്റ് ഉപകരണങ്ങളും കാളികാവ് എക്സൈസ് റേഞ്ച് സംഘം കണ്ടെത്തി. കാളികാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അനീഷ് ടി.സിയും സംഘവും ഒടായിക്കൽ പാലക്കടവ് ഭാഗത്തു നിന്നും സ്കൂട്ടറിൽ ചാരായ വിൽപ്പന നടത്തിയ പാലക്കടവ് സ്വദേശിയായ ജോസി എന്ന മാത്യു ജോസ് എന്നയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിനെ തുടർന്ന് പാലക്കടവ് കവണപ്പാറ അമ്മിക്കുട്ടി വനമേഖലയിൽ കാളികാവ് എക്സൈസ് ഷാഡോ ടീം നടത്തിയ നിരന്തര രഹസ്യ നിരീക്ഷണത്തിലും പ്രദേശവാസികളെ ചോദ്യം ചെയ്തതിലും വനമേഖല കേന്ദ്രീകരിച്ച് വൻതോതിൽ ചാരായം വാറ്റി പുള്ളിപ്പാടം, വീട്ടിക്കുന്ന്, ഓടായിക്കൽ, മമ്പാട്, മാടം, വെറ്റിലപ്പാറ, കക്കാടംപൊയിൽ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്നതായി മനസ്സിലാക്കുകയും വന്യമൃഗ ഭീഷണി നിലനിൽക്കുന്ന വനമേഖലകളിൽ എടക്കാട് ഫോറസ്റ്റിന്റെ സഹായത്തോടെ 2 ദിവസം രാത്രിയും പകലും തുടർച്ചയായി നടത്തിയ തിരച്ചിലിൽ പുള്ളിപ്പാടം കവണപ്പൊയ്ക ഭാഗത്ത് അമ്മിക്കുട്ടി വനത്തിനുള്ളിൽ കാട്ടരുവിയോട് ചേർന്ന് പ്രത്യേക രീതിയിൽ പാറകൾക്കിടയിൽ സജ്ജമാക്കിയ വാറ്റ് കേന്ദ്രം കണ്ടെത്തുകയും 9 ബാരലുകളിൽ തയ്യാറാക്കിയ 2000ഓളം ലിറ്റർ വാഷും 10 ഗ്യാസ് സിലിണ്ടറുകളും വലിയ ബർണർ ഘടിപ്പിച്ച സ്റ്റവും ഒരേ സമയം 200 ലിറ്റർ ചാരായം വാറ്റുവാൻ കഴിയുന്ന വെൽഡ് ചെയ്ത് പിടിപ്പിച്ച വലിയ 2 വാറ്റുപാത്രങ്ങളും മറ്റ് വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. മലപ്പുറം ജില്ലയിൽ സമീപകാലത്തെ ഏറ്റവും വലിയ വ്യാജ വാറ്റ് സങ്കേതമാണ് കണ്ടെത്തി നശിപ്പിക്കുവാൻ കഴിഞ്ഞത്. പരിശോധനാ സംഘത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ.എം. ശിവപ്രകാശിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി.കെ. പ്രശാന്ത്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ കെ.എസ്. അരുൺകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിപിൻ കെ.വി, അമിത് കെ, സവാദ് നാലകത്ത്, എടക്കാട് ഫോറസ്റ്റ് ബി.എഫ്.ഒ. സുരേഷ് എന്നിവരും ഉണ്ടായിരുന്നു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.